ട്രെയിനുകളിൽ നിന്ന് 4 വർഷം കൊണ്ട് മോഷണം പോയത് 104 കോടി രൂപയുടെ വസ്തുക്കളാണ്. AC കോച്ചുകളിലെ തുണിത്തരങ്ങളാണ് നിരന്തരം മോഷണം പോകുന്നത്. 1000-ൽ ഒരു യാത്രക്കാരൻ തുണിത്തരങ്ങൾ മോഷ്ടിക്കുന്നുവെന്നാണ് വിവരാവകാശ രേഖ. അതേസമയം പാലക്കാട് ഡിവിഷനിൽ നിന്ന് 4 വർഷത്തിനിടയിൽ ഒരു മോഷണം പോലും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. എസ് അഭിനന്ദ് തുടരുകയാണ്. അഭിനന്ദ്, അപ്പോൾ വലിയ നാണക്കേടാണ് ഈ AC കോച്ചുകളിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഇത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ചവരാണോ എന്ന് ചോദിച്ചു പോകുന്ന തരത്തിൽ ഈ തുണിത്തരങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷെ അപ്പോഴും മലയാളിക്ക് തലയുയർത്തി നിൽക്കാം. നമ്മുടെ പേരിൽ ഒരു മോഷണക്കുറ്റം പോലും ഇല്ല ഈ ഒരു AC കമ്പാർട്ട്മെന്റും അല്ലെങ്കിൽ ട്രെയിനുമായി ബന്ധപ്പെട്ട്, അല്ലേ അഭിനന്ദ്? IRCTC-യുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ തേടുന്നതിനായിട്ടുള്ള വിവരാവകാശ രേഖ സമർപ്പിച്ചിരുന്നു. അതിലെ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും മലയാളികൾക്ക് തല ഉയർത്തി നിൽക്കാമെന്നതാണ് ഏറ്റവും പ്രധാനം. കേരളം ഉൾപ്പെടുന്ന പാലക്കാട് ഡിവിഷനിൽ ഒരു മോഷണം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതായത് കേരളത്തിൽ നിന്ന് ട്രെയിനുകളിൽ യാതൊരു വിധമായ മോഷണം ഉണ്ടായതായി ഈ വിവരാവകാശ രേഖയിൽ വ്യക്തമാകുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 4 വർഷം കൊണ്ട് 104 കോടിയുടെ മോഷണമാണ് നടന്നത്. ട്രെയിനിലെ AC കോച്ചുകളിൽ നിന്ന് തുണിത്തരങ്ങൾ മോഷണം പോയി. ബെഡ്ഷീറ്റുകൾ, തൂവാലകൾ, പുതപ്പുകൾ, തലയിണകൾ എന്നിവ നിരന്തരം കാണാതാകുന്നു. 4 വർഷത്തിനിടെ ഏതാണ്ട് 1.27 കോടിയുടെ വസ്തുക്കൾ മോഷ്ടിച്ചു. ദിവസേന യാത്ര ചെയ്യുന്ന 1000-ൽ ഒരാൾ തുണികൾ മോഷ്ടിക്കുന്നു എന്നാണ് വിവരാവകാശ രേഖ. അതായത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലഗേജിൽ, നമ്മുടെ ബാഗിലടക്കം സൂക്ഷിക്കുന്ന തുണിത്തരങ്ങൾ മോഷ്ടിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് IRCTC. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കരാറുകാർ, കോച്ച് അറ്റൻഡന്റുമാരുടെ ശമ്പളത്തിൽ നിന്ന് മോഷണം പോയ വസ്തുക്കളുടെ തുക ഈടാക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. രാജസ്ഥാനിലെ ബിക്കാനഗറിലാണ് ഏറ്റവും കൂടുതൽ മോഷണം നടന്നത്. അതായത് കേരളം ഉൾപ്പെടുന്ന പാലക്കാട് ഡിവിഷനിൽ ഒരു മോഷണവും നടക്കാത്തയിടത്ത് രാജസ്ഥാനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ബിക്കാർ നഗർ എന്ന ഡിവിഷനിൽ വലിയ രീതിയിൽ മോഷണം കഴിഞ്ഞ 4 വർഷത്തിനിടെ ഉണ്ടാക്കിയെന്നും പറയുന്നു. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം മോഷണക്കുറ്റം IRCTC ആരോപിക്കപ്പെടുന്നില്ല. രാജസ്ഥാനിലേക്ക് വരികയാണെങ്കിൽ അതിന്റെ എണ്ണം കൂടുതൽ. എന്തായാലും 1.27 കോടി 4 വർഷത്തിനിടെ മോഷ്ടിച്ചു. 4 വർഷം കൊണ്ട് 104 കോടിയുടെ മോഷണം ആകെ ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ഷിഗാസ്. ശരി അഭിനന്ദ്.